ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ മച്ചമ്പീസിൻ്റെ മെസ്സേജസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അൺഫിനിഷ്ഡ് ബിസിനസ്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. വാവ്, കൺവേഴ്സേഷൻ. എസ്കേപ്പ്. പണി വരുന്നുണ്ടവറാച്ച. ഗിൽറ്റി. സെൽഫ് ലവ്. ഡിസഗ്രിമെന്റ്സ്. ഡെസ്റ്റിനി. unappreciated, broken, unfinished business. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ സോൾവ് ചെയ്യാനോ നിങ്ങൾക്ക് തമ്മിൽ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം, വേറെ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ മറ്റുള്ളവരൊരു തേർഡ് തേർഡ് പാർട്ടി. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടാകാം. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കോൺവെർസേഷൻ. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അതായത് നിങ്ങളുടെ ഏട്ടായി പറയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിളിക്കാനും നിങ്ങളുടെ സൗണ്ട് കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. എസ്കേപ്പ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അപ്പോൾ പുള്ളി ഉസൈൻ ബോൾട്ടിന്റെ അമ്മാവനോ അമ്മായിയോ ആയിരിക്കും. അതായത് നല്ല രീതിയിൽ പുള്ളി ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ല. പുള്ളി കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അവരുടെ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമായപ്പോൾ പുള്ളിയെ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ല. പുള്ളി എസ്കേപ്പ് ചെയ്തു. അത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗിൽറ്റി. I feel pain from the damage I have caused. Self-love. I am still trying to heal. അപ്പൊ അതിലൊക്കെ പുള്ളിക്ക് ഒരു ഗിൽറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി ഇപ്പൊ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഹീൽഡ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സെൽഫ് ലവ് ചെയ്ത് ഹീൽഡ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഡിസഗ്രിമെന്റ്സ്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. ഡെസ്റ്റിനി. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അതെ, ഞാനിപ്പോഴും എൻ്റെ റൈറ്റ് പാത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ അതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡോറേനെ വിടാം വഴി കാണിക്കാൻ. അൺഅപ്രീഷിയേറ്റഡ്. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ. ബ്രോക്കൺ. ഐ ഫീൽ ഷാർട്ടഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അതായത് എന്തെന്നാണ്, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ പോയാലും നിങ്ങൾ അതൊന്നും ബാധിക്കില്ലേ, നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തോ, നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ ഈ സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ആകെ തകർന്നു പോയെന്നാണ്. അങ്ങനെയൊക്കെയാണ് മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി. There were other things that got in the way of us being together. അതറിയാലോ അല്ലേ? തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേറൊരാള്, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരും കൂടാതെ വേറെ ഒരു മൂന്നാമത്തെ എനർജി ഇതിൻ്റെ അകത്ത് കുളം കലക്കി മീൻ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. യെസ്. റിവീൽ. മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. യെസ്, എനിക്ക് നിങ്ങളോട് സത്യം പറയണം. ഞാൻ കുറച്ച് സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വേറൊരു ഡെക്കിനെടുത്ത് നോക്കാം. ഓക്കെ. ഐ കാൺ കം ടു യു നൗ. ഇത് കുറച്ച് ആളുകൾക്കായിരിക്കും കേട്ടോ. ഇത് മിക്കവാറും ബ്ലാക്ക് മാജിക് എഫക്റ്റോ തേർഡ് പാർട്ടി എടുത്ത് ഈ നാശകോശമാക്കി വെച്ച ആളുകൾക്കോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കായിരിക്കുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യു വർ റൈറ്റ്. ഓക്കെ.
ആ ഉം ഉം ആ ആ ഉം ഓക്കെ ഓക്കെ lonely. I am scared of rejection. You were right. I can't come to you now. I don't know where to start. I don't understand. ഓക്കെ. ഐ ആം അഫ്രൈഡ് ടു ലൂസ് യു. എനിക്ക് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? അങ്ങനെയൊക്കെയാണ് മച്ചമ്പിയെ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റെടുക്കില്ലേ? വീണ്ടും നിങ്ങൾ എന്നെ ഏറ്റെടുക്കില്ലേ? സെക്സ് വിത്ത് യു. ഓക്കെ. ഐ കാൺ മേക്ക് എ ഡിസിഷൻ. എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഐ ഫീൽ ലോൺലി. ഞാൻ ഒറ്റക്കായിപ്പോയി. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. എന്നെ സ്വഭാവം കൊണ്ടായിരിക്കണം. ഐ ആം സ്കേർഡ് ഓഫ് റിജക്ഷൻ. അല്ലെങ്കിൽ ഇപ്പൊ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ സഹിക്കുന്ന പോലെ അവര് സഹിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവര് സഹിക്കുന്നുണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ പോയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചു, കണ്ണിൽ പല കാര്യങ്ങളും കണ്ണു നോട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അതുപോലെ വേറെ ആരും ഇവർക്ക് വേണ്ടി ഇവരെ ചിലപ്പോൾ ഇവർക്ക് ചീറ്റിങ് കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവര് ഇമോഷണലി ഫിനാൻഷ്യലി യൂസ് ചെയ്ത് പോകുന്നുണ്ടാകാം. അല്ലെങ്കിൽ എല്ലാ രീതിയിലും മുതലെടുക്കുന്ന ആളുകളായിരിക്കാം ഇവരുടെ കൂടെ കൂടിയിരിക്കുന്നത്. ഓക്കെ. ഐ ആം സ്കേർഡ് ഓഫ് റിജക്ഷൻ. ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുള്ളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പച്ചമ്പിക്ക് നല്ല രീതിയിൽ ഈഗോ ഉണ്ടാവും. അതായത് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കണം, എന്നെ നല്ല രീതിയിൽ സ്വീകരിക്കണം. ഓക്കെ. ഇതെന്താ ചിറക്കൽ കാളിദാസന നല്ല രീതിയിൽ സ്വീകരിക്കാൻ? ഓക്കെ. അപ്പൊ എന്നെ നല്ല രീതിയിൽ സ്വീകരിക്കണം. നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാനായിരിക്കണം എല്ലായിടത്തും ജയിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡാണ് നിങ്ങളുടെ പച്ചമ്പിക്കുള്ളത്. നിങ്ങൾ താന്നു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജയിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയാണ് നിങ്ങളുടെ മച്ചമ്പിക്ക്. നിങ്ങൾ കളിയാക്കുവോ? നിങ്ങൾ ചോദ്യം ചെയ്യില്ലേ? ഞാൻ എവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നാണ്? ഞാൻ ഭൂമി ഉരുണ്ടതാണോ നോക്കിയിട്ട് വന്നതാണോ? അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എവിടെയൊക്കെ ചുറ്റിപ്പിടിച്ച് വന്നതാണോ? ഇപ്പൊ എന്തിനും ഇങ്ങോട്ട് വന്ന് കയറി എന്നുള്ള രീതി ഞാൻ എന്ത് ചെയ്യായിരുന്നു ഇത്ര നാളൊന്നും നിങ്ങൾ അന്വേഷിച്ചോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കൂ. പോയടുത്തുനിന്ന് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നിങ്ങൾ കളിയാക്കോ എന്നൊക്കെ ഉള്ള ഒരു പേടി. യു വെർ റൈറ്റ്. അതന്നെ. ഏതന്നെ? നിങ്ങൾ ആണ് ഇപ്പൊ ശരി. അപ്പൊ പോയെടുത്തുനിന്നൊക്കെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതാണ്. ഐ കാൺ കം ടു യു നൗ. എനിക്ക് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെയുള്ള ആളുകൾക്കാണ്. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. ഓക്കെ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ബട്ട് യു. നിങ്ങൾക്ക് ഇവരോട് സ്നേഹമുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇവരെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പണി വരുന്നുണ്ടവറാച്ച എന്ന് പറഞ്ഞ പോലെ പുള്ളിക്ക് എന്തോ പണിയൊക്കെ കിട്ടുന്നുണ്ടതാണ്. വിൽ ദിസ് പെയിൻ നെവർ സ്റ്റോപ്പ്? വൈ കാൺട്ട് ഐ ടെൽ യു ദ ട്രൂത്ത്? അത് പുള്ളിയോട് തന്നെ ചോദിക്കേണ്ടതാണ്. സെക്ഷൽ ഡിസയർ. ഐ ആം അഫ്രൈഡ് ടു ലൂസ് യു. സെക്സ് വിത്ത് യു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആളുടെ മെസ്സേജസ്. നിങ്ങൾ ചിലപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജീവിച്ചതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഡ്രീം ചെയ്ത് ജീവിച്ചവരായിരിക്കാം. നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവനും ഇവർ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോയ ഒരു ബന്ധമായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മച്ചമ്പീസിന്റെ മെസ്സേജസ്. നമുക്ക് ഒരു ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഓക്കെ. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ്. ബിഗ് ഹാപ്പി ചേഞ്ചസ്. നോ നീഡ് ടു വറി. വിഷമിക്കണ്ടെന്നേ. ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഇതും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. അങ്ങനെയല്ലേ?
അപ്പൊ ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ വിട്ട് ഈ വിഷമങ്ങളെല്ലാം പോവും. ഫൊർഗീവ്നെസ്, അതായത് കുറച്ച് കാര്യങ്ങൾ ഫൊർഗീവ്നെസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്ത് കളയുക. അതൊക്കെ ഡിവൈനിന് സറണ്ടർ ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് സോളിൽ ഒതുങ്ങാത്ത വിഷമവും വേദനകളും മാറ്റുക. കാരണം അത് നമുക്ക് നെഗറ്റീവായിട്ട് വരും. അത് ദൈവത്തിൽ അർപ്പിക്കുക, പ്രപഞ്ചത്തിൽ അർപ്പിക്കുക. ബാക്കി ദൈവം പ്രപഞ്ചം നോക്കിക്കോളും. ഓക്കെ, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഇംപ്രൂവ് ആകൂല. പക്ഷെ അതെല്ലാം ഇംപ്രൂവ് ആകും. നിങ്ങൾക്ക് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കുറെ നാൾ കഴിയുമ്പോൾ ജസ്റ്റ് ഒരു മെമ്മറി പോലെ നിങ്ങൾ വല്ലപ്പോഴും ഓർക്കുന്ന കാര്യങ്ങളായിട്ട് ചിലപ്പോൾ മാറും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.